ക്രിസ്തുവുമായി താതാത്മ്യപ്പെടാതെ എത്ര ജലത്തിൽ മുങ്ങിയാലും ജലം തളിച്ചാലും അത് സ്നാനമാകുകയില്ല. സ്നാനം ആത്മിക വർധനയ്ക്ക് ഉതകുന്നതാകണം. ഈ വിഷയം നമുക്കല്പം ചിന്തിക്കാം. ആത്മാർത്ഥതയോടെ ജീവിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു വിഷയമാകുന്നു ജലസ്നാനം എന്നുള്ളത്. പല കുടുംബങ്ങളിലെയും ഭിന്നിപ്പിനും സഭകൾ തമ്മിലുള്ള വിയോജിപ്പിനുമെല്ലാം ഇത് കാരണമാകുന്നു. ഏറെയും പ്രശ്നം സ്നാനം എന്തെന്ന് വ്യക്തമായി ഗ്രഹിച്ചിട്ടില്ലാത്തതിനാലാകുന്നു. ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു വസ്തുത, ഈ തർക്കമേറെയും സ്നാനം എന്തെന്നറിയുവാൻ പാടില്ലാത്തതിനാലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ജലസ്നാനത്തിനെതിരല്ല. ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷം സ്നാനമേൽക്കുന്നത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടാകുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആത്മരക്ഷയ്ക്കായി ജലസ്നാനം ഉപകരിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം സ്നാനം എന്ന് പറയുന്നത് ജലസ്നാനം മാത്രമാകുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ തന്നെ ഒന്നിലധികം പശ്ചാത്തലത്തിൽ സ്നാനം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതിനെക്കുറിച്ചും ആത്മസ്നാനത്തെക്കുറിച്ചും ജലസ്നാനത്തെക്കുറിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെക്കുറിച്ചും സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റതിനെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: സ്നാനം എന്നത് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നും വേണം നാം അത് മനസ്സിലാക്കേണ്ടത്. ഒന്നോ അതിലധികമോ പ്രാവശ്യം ജലത്തിൽ സ്നാനം സ്വീകരിച്ചതിനാൽ അങ്ങനെയുള്ളവർക്ക് ആത്മീയത കൂടുതലാകുന്നു എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഈ വിഷയം അല്പം കൂടി വിശദമായി ഞാൻ വിവരിക്കാം. ഇന്നത്തെ നമ്മുടെ ഭാഗത്ത് അതുണ്ടല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായമാണ് നാം ഇനി ചിന്തിക്കുവാൻ പോകുന്നത്. എടുത്താട്ടെ 1 കൊരിന്ത്യർ 10-ാം അധ്യായം, അതിൻ്റെ ആദ്യത്തെ 22 വാക്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായമാകും. ഇത് മൊത്തവും അതാണ് വിഷയം. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വരെ അതാണ് ചിന്ത. സ്വാതന്ത്ര്യത്തിൻ്റെ വേറൊരു വശമാണ് നാം ഇവിടെ കാണുവാൻ പോകുന്നത്. ഇത് ഇസ്രായേൽ ജാതിയുടെ ഉദാഹരണത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. വായിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഞാൻ സാധാരണ വായിക്കുന്ന തർജിമയിൽ ആദ്യത്തെ 5 വാക്യങ്ങൾ ഒരൊറ്റ വാക്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ ഒരു തർജിമ ഈ ഭാഗത്ത് നൽകുവാൻ പോവുകയാണ്. ശ്രദ്ധിച്ചാട്ടെ. 1 കൊരിന്ത്യർ 10:1. അതിലുപരി സഹോദരന്മാരെ, എങ്ങനെ നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിൽ ആയിരുന്നു എന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു എന്നും നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ല, അക്ഷരികമായി തർജിമ ചെയ്തത് എന്ന് മാത്രം. അതിലുപരി സഹോദരന്മാരെ എന്നുള്ളത് 9-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യവുമായി ഈ അധ്യായത്തെ കൂട്ടിയിണയ്ക്കുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ തള്ളപ്പെടുവാനായി താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പിന്നെയോ ഒരു പ്രതിഫലം പ്രാപിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും 9-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പൗലോസ് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. പൗലോസ് ഇവിടെ പറയും, നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഇതെഴുതുമ്പോൾ തനിക്ക് പറയുവാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ താൻ പറയുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സഹോദരന്മാർ അറിവില്ലാത്തവരായിരുന്നു എന്ന് തീർച്ചയാണ്. യഹൂദന്മാരും ജാതികളും ഇടകലർന്നിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്തിലെ സഭ. ഇന്ന് യഹൂദ ക്രിസ്ത്യാനികൾ അസാധാരണമാണെങ്കിലും അക്കാലങ്ങളിൽ ജാതികളായ ക്രിസ്ത്യാനികൾ അസാധാരണമായിരുന്നു. ആദിമസഭ യഹൂദന്മാരാൽ തുടങ്ങിയതായിരുന്നല്ലോ. നമ്മുടെ പിതാക്കന്മാരെല്ലാം എന്ന് പൗലോസ് പറയുമ്പോൾ ആ സഭയിലെ യഹൂദന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. പൗലോസിനോട് ചേർന്ന് അവരും ഇസ്രായേല്യരായിരുന്നു. അവർക്കിരുവർക്കും ഒരേ ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ പിതാക്കന്മാർ മേഘത്തിൻ കീഴ് ആയിരുന്നു, സമുദ്രത്തിലൂടെ കടന്നു എന്നും പറഞ്ഞിരിക്കുന്നു. മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ
അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഒരു വിശ്വാസിയായിരിക്കാതെ ഒരാൾക്ക് എത്ര ദൂരം പോകുവാൻ കഴിയും എന്നീ ഭാഗം കാണിക്കുന്നു. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന അനുഗ്രഹീതമായ സ്വാതന്ത്ര്യം ഇത് വെളിപ്പെടുത്തുന്നു. മോശയുടെ ന്യായപ്രമാണം ഈ പറഞ്ഞ സമയത്ത് നൽകിയിരുന്നില്ല. അതുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന് കീഴിലല്ലായിരുന്നു. അവർക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ അവർ ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തി. ആത്യന്തിക പരാജയത്തിനെതിരെയുള്ള നഷ്ടോത്തരവാദമല്ല പദവി എന്നോർക്കണം. ധനികരായ അനേകരുടെയും മക്കൾ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. രാഷ്ട്രീയ രംഗങ്ങളിലും തൊഴിൽ രംഗങ്ങളിലും സാമൂഹ്യമായും വളരെ ഉന്നതമായ പദവികൾ ഉണ്ടായിരുന്ന പല ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നും ഇത് പഠിക്കാവുന്നതാണ്. അവർ മേഘത്തിന് കീഴായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നടത്തിപ്പുണ്ടായിരുന്നു പോലും. അവരെല്ലാം സമുദ്രത്തിലൂടെ സുരക്ഷിതരായി നടന്നു കയറി. എല്ലാവരും സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതാ ആ പദം വീണ്ടും സ്നാനമേറ്റു. ഈ പദത്തിന് വളരെയേറെ അർത്ഥങ്ങളുണ്ട്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ബപ്റ്റിസോ എന്ന പദത്തിന് 20 അർത്ഥങ്ങൾ കാണാവുന്നതാണ്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഈ പദം പരിഭാഷപ്പെടുത്തുകയല്ല, അതുപോലെ ഇംഗ്ലീഷ് ലിപികളിൽ എഴുതുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ പൗലോസിനുണ്ടായിരുന്ന ചിന്ത വ്യക്തമായും പറയുവാൻ പ്രയാസമാണ്. ഒരു വലിയ പങ്കാളുകൾ ഈ വാക്കിന് ഒരൊറ്റ അർത്ഥം കൊടുത്ത് ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്നു. സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് ഭാഗത്തും ഒരൊറ്റ അർത്ഥം മാത്രം കാണുവാൻ ശ്രമിക്കുന്നത് തെറ്റാണ് സുഹൃത്തെ. ബപ്റ്റിസോ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം താതാത്മ്യപ്പെടുക എന്നത്രേ. വാസ്തവത്തിൽ ജലസ്നാനത്തിന് ആ അർത്ഥമാണുള്ളത്. കാരണം ക്രിസ്തുവിനോട് നാം താതാത്മ്യപ്പെടുന്നതിനെക്കുറിച്ചാണല്ലോ അത് സംസാരിക്കുന്നത്. സ്നാനത്താൽ നാം അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു, അതായത് പരിശുദ്ധാത്മ സ്നാനത്താൽ. അതത്രേ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. ക്രിസ്തുവിൻ്റെ ശരീരത്തോടെ അവൻ നമ്മെ താതാത്മ്യപ്പെടുത്തുന്നു, ഒന്നാക്കി തീർക്കുന്നു. ആ ശരീരത്തിലെ ഒരംഗമായി അവൻ നമ്മെ ചേർക്കുന്നു. നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും. 1 കൊരിന്ത്യർ 12:13 ഞാൻ വായിച്ചത്. 12-ാം അധ്യായത്തിൽ പൗലോസ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇവിടെ നമുക്കുള്ള പ്രസ്താവന സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്നത്രേ. എങ്ങനെയാണ് അവർ മോശയോട് ചേരുവാൻ സ്നാനമേൽക്കുന്നത്? ചെങ്കടലിൽ ഒരു സ്നാന ശുശ്രൂഷ മോശ നടത്തിയെന്നും അവരെ എല്ലാം സ്നാനം കഴിപ്പിച്ചു എന്നും എന്നോട് പറയരുതേ. കാരണം വാസ്തവത്തിൽ ആ ജനം നനഞ്ഞുപോലുമില്ല. ഒരു തുള്ളി വെള്ളം പോലും അവരുടെ എങ്ങും ശരീരത്ത് വീണതായി പറയുന്നില്ല. മറിച്ച് പുറപ്പാട് പുസ്തകത്തിലെ രേഖയിൽ നിന്നും നാം വായിക്കുന്നത് അവർ സമുദ്രത്തിൽ ഉണങ്ങിയ നിലത്തൂടെ നടന്നുപോയി എന്നത്രേ. അവർക്കായി ചെങ്കടൽ വറ്റിച്ചപ്പോൾ ദൈവം അത് ശരിക്കും ഉണങ്ങിയ നിലമാക്കി. അവർ അല്പം പോലും നനഞ്ഞില്ല. അവർ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടന്നു. വാസ്തവത്തിൽ വെള്ളത്തിൽ നനഞ്ഞവർ മിസ്രൈമ്യരായിരുന്നു. അവർ മുഴുവനും വെള്ളത്തിൽ കുതിർന്നു. അതുകൊണ്ട് മോശയോട് ചേരുവാൻ സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ പൗലോസ് ജലത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും അല്ല ഇവിടെ സംസാരിക്കുന്നത്. കാരണം അവർ സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്നത്ര വായിക്കുന്നത്. ഇവിടുത്തെ അർത്ഥം ലളിതമാണ്. അവർ മോശയോട് താതാത്മ്യപ്പെട്ടു എന്ന് മാത്രമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഏകീഭവിച്ചു, ഒരു മനസ്സുള്ളവരായി. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ഇസ്രായേൽ മക്കൾ മോശയോട് താതാത്മ്യപ്പെട്ടു. വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. ആരുടെ വിശ്വാസമായിരുന്നു അത്? അത് അവരുടെ വിശ്വാസമായിരുന്നില്ല. അങ്ങനൊരു കാര്യമേ അവർക്കുണ്ടായിരുന്നതായി തോന്നുന്നില്ല. പുറപ്പാട് പുസ്തകത്തിലെ സംഭവം വായിക്കുക. മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഭയാനകമായ മരുഭൂമിയിലേക്ക് തങ്ങളെ കൊണ്ടുവന്നതിന് അവർ മോശയെ കുറ്റപ്പെടുത്തുകയാണ്. ഇവിടെ വിശ്വാസമുണ്ടായിരുന്നത് മോശയ്ക്കാണ്. ദൈവം കൽപ്പിച്ചതനുസരിച്ച് ചെങ്കടലിലേക്കിറങ്ങി. എന്നിട്ട് വെള്ളത്തെ അടിച്ചത് മോശയാണ്. അവരെ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടത്തിയത് മോശയാണ്. അവർ മറുകര എത്തിയപ്പോൾ പാടിയ പാട്ട് മോശയുടെ പാട്ടായിരുന്നു എന്നത്ര പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. എത്ര മനോഹരമായ ഒരു പാട്ടായിരുന്നു അത്. ഇസ്രായേൽ ജനം മോശയോട് താതാത്മ്യപ്പെട്ടു. ഇതെല്ലാം നമ്മുടെ രക്ഷയുടെ ഒരു ചിത്രമാകുന്നു. ക്രിസ്തു മരണമാകുന്ന ജലത്തിലൂടെ കടന്നുപോയി. അവൻ്റെ മരണത്തിലൂടെ നമ്മെ കൊണ്ടുവന്ന് അവനോട് താതാത്മ്യപ്പെടുത്തി. ഇപ്പോൾ ജീവിക്കുന്നവനായ ഒരു രക്ഷകനോട് താതാത്മ്യപ്പെടുത്തി. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടുത്തി. അങ്ങനെയാണ് സ്നാനം നമ്മെ രക്ഷിക്കുന്നത്. അതായത് നാം ക്രിസ്തുവിൽ നമ്മുടെ ആശ്രയമിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നമ്മെ ക്രിസ്തുവിലാക്കുന്നു. ജലസ്നാനം ഇതത്ര കാണിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അത് തികച്ചും ആചാരമായ സ്നാനമാകുന്നു.
യഥാർത്ഥ വിശ്വാസമില്ലാതെ സ്നാനം മാത്രമാകുന്നുവെങ്കിൽ ആയതൊരു ചടങ്ങ് എന്നതിലുപരി ഒരു പ്രയോജനവും ചെയ്യുകയില്ല. യഥാർത്ഥ സ്നാനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാകുന്നു. ഇവിടെ ഇസ്രായേൽ ജനം സ്നാനപ്പെട്ട് മോശയോട് ചേർന്നു. അങ്ങനെ ചെങ്കടൽ കടക്കുവാൻ അവർക്ക് കഴിഞ്ഞു. എല്ലാവരും ഒരേ ആത്മിക ആഹാരം തിന്നു. അത് മന്നയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഒരേ ആത്മിക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അതായത് ഇത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു എന്നും ക്രിസ്തുവിൻ്റെ ആത്മീക സാന്നിധ്യത്തിലാണ് അവർ കുടിച്ചതെന്നും അർത്ഥമാക്കാം. പാറയെ അടിച്ചത് ക്രിസ്തുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ക്രൂശിൽ ചൊരിഞ്ഞതിൻ്റെ നിഴലാണ്. അതാണ് നാം ആ പാറയെ അടിച്ചതിലൂടെ കാണുന്നത്. മന്നയും പാറയിൽ നിന്നുള്ള വെള്ളവും ദൈവ പരിപാലനത്തിൻ്റെ മുദ്രയും ദൈവവാഗ്ദത്വത്തിൻ്റെയും വീണ്ടെടുപ്പിൻ ശക്തിയുടെയും തെളിവുമായിരുന്നു. അവ ക്രിസ്തുവിൻ്റെ നിഴലുകളുമായിരുന്നു. ക്രിസ്തു ഇന്ന് നമുക്കെങ്ങനെയോ അതുപോലെ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ പിതാവിനെ മന്നയും വെള്ളവും അവരുടെ ചിന്തയിൽ കൊണ്ടുവന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നാം വായിക്കുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം നമുക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? പൗലോസ് നമ്മോട് കാരണം പറയുന്നു. 6-ാം വാക്യം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ആദ്യത്തെ 5 വാക്യത്തിൽ നാം കണ്ടത് ഒരു രാഷ്ട്രമായി ഈ ജനം ആസ്വദിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ഉദാഹരണമത്രേ. ഈ ഭാഗത്ത് നാം കണ്ടതെന്നാൽ ഈ ജനം അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്തു. അത് നമ്മുടെ ജീവിതത്തിൽ ബാധകമാക്കി പൗലോസ് സംസാരിക്കും. നമുക്ക് ദൃഷ്ടാന്തമായി ഇത് അവർക്ക് സംഭവിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നാം വളരെയേറെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഭാഗമത്രേ ഇത്. ഇസ്രായേൽ ജനത്തിന് വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ എന്തു ചെയ്തു? ഇവിടെ പറയുന്നത് അവർ ദുർമോഹികൾ ആയിത്തീർന്നു എന്നത്രേ. അതായത് ദുഷിച്ച കാര്യങ്ങൾ അവർ മോഹിച്ചു. എന്തായിരുന്നു ആ ദുഷിച്ച കാര്യങ്ങൾ? ആ സംഭവം എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് പോയി അത് മനസ്സിലാക്കാവുന്നതത്രേ. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അവർ ദുഷിച്ച കാര്യങ്ങൾ മോഹിച്ചു. വെള്ളരിക്ക, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇവയ്ക്കൊക്കെ എന്താണ് കുഴപ്പം? അവയൊക്കെ ദുഷിച്ചവയായിരുന്നോ? ഒരിക്കലുമല്ല. ദുഷിപ്പ് അവരുടെ ആഗ്രഹത്തിനാണ്. അവരെക്കുറിച്ചുള്ള ദൈവഹിതത്തിന് വെളിയിലുള്ളവ അവർ മോഹിച്ചു എന്നതാണ് അവർക്കുള്ള പ്രശ്നം. അവരുടെ വീഴ്ചയുടെ ആരംഭം ഇതായിരുന്നു. ദൈവഹിതം എന്തെന്ന് അന്വേഷിക്കാതെ എനിക്ക് നല്ലതെന്ന് തോന്നുന്നതിന് കടുംപിടുത്തം പിടിക്കുന്നത് എപ്പോഴും ആപത്താണ്. ആഗ്രഹം അല്ലെങ്കിൽ മോഹം പാപത്തിലേക്ക് നയിക്കുന്നതായി എത്രയെത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഈ പറഞ്ഞത് ദൈവഹിതത്തിന് വെളിയിലുള്ള എന്തിനോ വേണ്ടിയുള്ള മോഹമായിരുന്നു. എന്താണ് ഈ മോഹം? ഈ സംഭവങ്ങളിൽ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ വേണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ആ സമയത്ത് ആ കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കണം എന്നത് ദൈവഹിതം അല്ലായിരുന്നു. അവർ ദുരാഗ്രഹികളാകാൻ കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമ്മിശ്ര ജാതിയാണ്. ദൈവജനം പരിപൂർണ വേർതിരിവിൻ്റെ പ്രമാണം പാലിച്ചില്ലെങ്കിൽ ലോകരുമായുള്ള വേഴ്ച തെറ്റായ സ്ഥാനങ്ങളിലേക്ക് നടത്തും. ലോകത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരുവാനാണ് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും എല്ലാം, ഇല്ലേ? ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവർക്കുള്ളതിനാൽ എനിക്കും വേണം എന്നുള്ള ചിന്തയോടെ സ്വസ്ഥത നഷ്ടപ്പെട്ടുള്ള പ്രാർത്ഥന. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്നും വളരെ മനോഭാരത്തോടെ കഴിഞ്ഞുകൂടുന്നത് ദൈവഹിതപ്രകാരമുള്ള എന്തിനെങ്കിലും വേണ്ടിയാണോ? ഒരു സഹോദരിയുടെ പ്രയാസം മുഴുവൻ അവർക്കൊരു നല്ല വീടില്ല എന്നുള്ളതാണ്. താമസിക്കുവാൻ കൊള്ളാകുന്ന ഒരു ഒന്നാന്തരം വീടുണ്ട്, എന്നാൽ അവരുടെ സഹോദരങ്ങൾക്കൊക്കെ കൊട്ടാരം കണക്കെ ഉള്ള വീടാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സഹോദരിക്കും അതിൽ കുറയുവാൻ പാടില്ല. അതുകൊണ്ട് ഒരു സമാധാനവുമില്ലാതെ അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന മുഴുവൻ അതുതന്നെയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവത്തോട് മുട്ടിപ്പായി യാചിക്കുന്ന ഭൗതിക കാര്യങ്ങൾ ഓരോന്നും ദൈവഹിതമാണോ എന്ന് ആദ്യം പരിശോധിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ സ്വാതന്ത്ര്യം വലിയ വിനയായിത്തീരും. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾക്കായി നാം ഭാരപ്പെടേണ്ടതില്ല. അവൻ അതെല്ലാം നാം ചോദിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച അബദ്ധം നമുക്കുണ്ടാകരുത്. നമ്മുടെ യാചന ആത്മീക കാര്യങ്ങൾക്കായിട്ട് വേണം.
താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നമ്മുടെ അകമേ ഉള്ളവൻ ശക്തി പ്രാപിക്കണം. നമ്മെ നയിക്കുന്ന ഘടകം ജഡത്തിൻ്റെ ഇച്ഛകളാകരുത്. ലോകത്തിൻ്റെ നിലവാരത്തോട് കിടപിടിക്കുവാൻ അല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. ലോകപ്രകാരം എല്ലാം ഉണ്ടായിട്ടല്ല മറ്റുള്ളവർ നമ്മെ ആദരിക്കേണ്ടത്. പിന്നെയോ ആത്മീകമായി നാം സമ്പന്നരാകണം. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവം നമുക്ക് മുന്നറിയിപ്പായിരിക്കട്ടെ. അവർക്ക് സംഭവിച്ച കൂടുതൽ അബദ്ധങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ്. ദൈവഹിതം മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാക്കൂ എന്ന് ഓർക്കുക. ദൈവഹിതം എപ്പോഴും ഒരു ദൈവവേദലിൻ്റെ നന്മയ്ക്കായിരിക്കും. എല്ലാ നന്മയിലും അവൻ നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതെ, 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്നെഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. ദൈവത്തിൻ്റെ സ്ഥാനം നൽകുന്നതെന്തും താങ്കളുടെ ജീവിതത്തിൽ ബിംബമാകും. കാളക്കുട്ടിയെ ആരാധിച്ചതിനെ തുടർന്നുണ്ടായ വിരുന്നും നൃത്തവുമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 8 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് 8 മുതൽ 10 വരെ. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ആ ജനത്തിൻ്റെ ചില പാപങ്ങൾ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ ജനം നിരന്തരമായി പിറുപിറുക്കുകയും ദൈവത്തിനെതിരായി പരാതിപ്പെടുകയും ചെയ്തു വന്നിരുന്നു. ദൈവഹിതത്തിന് വെളിയിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ ഒരു നല്ല ഉദാഹരണമാകുന്നു ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. തൻ്റെ ജനത്തിന് വേണ്ടി എപ്പോഴും നല്ലതാണ് ദൈവം കരുതുന്നത്. ഇത് അംഗീകരിക്കുമെങ്കിൽ നമ്മുടെ പ്രശ്നം അതോടെ തീരും. ദൈവം തൻ്റെ മക്കൾക്കായി ഏറ്റവും നല്ലത് കരുതുന്നു. അന്നും ഇത് ശരിയായിരുന്നു, ഇന്നും അത് അതുപോലെ സത്യമാകുന്നു. എന്നാൽ അവർക്ക് വേണ്ടിയുള്ള ദൈവഹിതത്തിന് വെളിയിലുള്ളതെന്തോ അവർ നിരന്തരമായി ആഗ്രഹിച്ചിരുന്നു. അതിനായി അവർ കടുംപിടുത്തം പിടിച്ചിരുന്നു. ബാധ കൊണ്ട് മരിച്ചവരുടെ മൊത്തം സംഖ്യ 24,000 എന്ന് സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്നാൽ അപ്പോസ്തലൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് മരിച്ചവരുടെ എണ്ണമാണ്. അതിനാൽ ഇവിടെ പരസ്പര വിരുദ്ധമായിട്ടൊന്നുമില്ല. ഒരു ദിവസം തന്നെ ഇത്ര വലിയ സംഹാരം നടന്നതിനാൽ അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപങ്ങൾ 1 ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 കർത്താവിനെ പരീക്ഷിക്കുക, 4 പിറുപിറുപ്പ്. തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്നറിയാതെയുള്ള നടപ്പുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനിയും 11-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നാം ഒരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ക്രിസ്തീയ സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതപ്രകാരം മാത്രമായിരിക്കേണ്ടതാണ്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നു അത്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൗതിക ലോകത്തിൻ്റെ അവസാനമല്ല, യുഗങ്ങളുടെ അന്ത്യഘട്ടമാണ്. മനുഷ്യചരിത്രത്തിൽ ദൈവം ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഓരോ വിധത്തെ കുറിക്കുന്നതായ കാലയളവുകളാണ് യുഗങ്ങൾ. കഴിഞ്ഞ കാലയളവുകളെല്ലാം ഈ സുവിശേഷ യുഗത്തിലേക്ക് നടത്തുന്നതായിരുന്നു. പഴയ നിയമ ചരിത്രത്തിലെ വസ്തുതകൾ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അവ ദൈവത്തിന് മനുഷ്യരെ പറ്റിയുള്ള ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നവയാണ്. അവ എഴുതിയവരുടെ ലക്ഷ്യത്തിനതീതമായ ഒരു ഉദ്ദേശം അവ നിറവേറ്റുന്നുണ്ട്. ഇത് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം പഴയ നിയമം നാം വായിക്കുവാൻ. 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. താങ്കൾ ആരാകുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. താങ്കൾക്ക് വേണമെങ്കിൽ ഇന്ന് വീഴാവുന്നതാണ്. നമ്മിൽ ആർക്ക് വേണമെങ്കിലും തട്ടി വീഴുവാൻ എളുപ്പമാണ്. ഒരു വ്യക്തി വളരെ പക്വതയുള്ള ഒരു ദൈവപൈതലാകാം, ഒരു യഥാർത്ഥ വിശുദ്ധൻ, എന്നിരുന്നാലും വീഴാവുന്നതാണ്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കെടുക്കാത്ത ദൈവഹിതത്തിൻ്റെ പരിധിക്കുള്ളിൽ മാത്രം നിൽക്കുവാൻ നാം വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ദൈവഹിതപ്രകാരമല്ലാത്ത വഴികളിൽ നിന്നും നാം പിന്മാറേണ്ടതാണ്. 8-ാം അധ്യായത്തിൽ നാം കണ്ട ബലവാനും അറിവുള്ളവനുമായ വിശ്വാസിയെക്കുറിച്ചാണ് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്ന് പൗലോസ് പറയുന്നത്. ആത്മീയമായി നാം എത്ര വളർന്നാലും
എത്ര പുരോഗമിച്ചാലും വീഴാനുള്ള സാധ്യത ശേഷിക്കുന്നതിനാൽ കരുതലുള്ളവരായിരിക്കണം. ആത്മസംതൃപ്തി അശ്രദ്ധയിലേക്ക് അഥവാ നാം വീഴുവാനായിട്ടുള്ള ഒരു അവസരത്തിലേക്ക് നമ്മെ നടത്തും. 13-ാം വാക്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയുമുണ്ടാക്കും. തങ്ങൾ പരീക്ഷിക്കപ്പെട്ടതുപോലെ ലോകത്തിൽ മറ്റാരും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വലിയ പങ്ക് ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ കടന്നു പോകുന്ന പരീക്ഷ എന്തായിരുന്നാൽ തന്നെയും അതുപോലെ തന്നെയുള്ള പരീക്ഷയിൽ കൂടി കടന്നു പോകുന്ന മറ്റ് ദൈവമക്കളുണ്ടെന്നുള്ളത് മറക്കരുത്. പരീക്ഷയിൽ കൂടി കടന്നു പോകേണ്ടി വരുന്ന നമുക്ക് ദൈവം ഒരു പോംവഴി ഉണ്ടാക്കുമെന്നതാണ് ഏറ്റവും പ്രോത്സാഹജനകമായ കാര്യം. ദൈവം വിശ്വസ്തനാണ്. താങ്കൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ പരീക്ഷയിൽ ദൈവം താങ്കളെ ആക്കുകയില്ല. ഓരോരുത്തരുടെയും കഴിവും ബലവും ദൈവത്തിനറിയാം. കഴിവിനപ്പുറം പരീക്ഷിക്കപ്പെടുവാൻ ഇടയാക്കുകയില്ല. ദൈവം എപ്പോഴും ഒരു പോക്കുവഴി ഉണ്ടാക്കും. ചിലപ്പോൾ പോക്കുവഴി നമ്മെ ഓടിക്കുകയായിരിക്കും. അതായത് പരീക്ഷയുടെ സ്ഥാനത്ത് നിന്നും ഓടിമറയുക. രക്ഷപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ വഴിയുമുണ്ട്. പലപ്പോഴും നമ്മുടെ ആഗ്രഹം കൊണ്ടല്ലേ നാം പരീക്ഷയിൽ വീഴുന്നത്. ദൈവത്തെ കുറ്റം പറയേണ്ടതില്ല. 14-15 വാക്യങ്ങളിൽ, അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. വിഗ്രഹാരാധന കൊരിന്തിലെ ഒരു പരീക്ഷയായിരുന്നു. അന്നത്തേതുപോലെയുള്ള വിഗ്രഹാരാധന താങ്കൾക്കൊരു പരീക്ഷയായിരിക്കുകയില്ല. എന്നാൽ ദൈവവചനമാകുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത് അത്യാഗ്രഹം ഈ പറഞ്ഞതുപോലെ അന്യദൈവത്തെ ആരാധിക്കുകയാകുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് ആ ആരാധന എല്ലായിടത്തും കാണാവുന്നതാണല്ലേ. വിഗ്രഹാരാധന വിട്ടോടുവാനാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വളരെ ഏറെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിപത്ത് തന്നെ ഈ ആരാധനയാണല്ലോ. ഇതാരും സമ്മതിക്കുകയില്ല എന്ന് മാത്രം, എല്ലാവർക്കും അവരവരുടേതായ ഉപാധികൾ ഉണ്ടെന്നുള്ളതാണ് വിചിത്രം. ദൈവത്തെക്കാൾ ഉപരി നാം സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതുമെല്ലാം വിഗ്രഹമാകുന്നു. ഇതെങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിച്ചാൽ 2-1 തിരഞ്ഞെടുക്കേണ്ട അവസരങ്ങൾ വന്നാൽ മതിയാകും. 5 രൂപ ലാഭം കിട്ടുന്ന സ്ഥലത്ത് സകല ദൈവിക മൂല്യങ്ങളെയും വലിച്ചെറിയുവാൻ തയ്യാറുള്ളവർ വിഗ്രഹാരാധി അല്ലെന്ന് പറയുന്നത് എങ്ങനെ? കർത്തൃമേശയിലെ കൂട്ടായ്മയ്ക്ക് വേർപാട് ആവശ്യമാകുന്നു എന്നത്ര പൗലോസ് തുടർന്ന് സംസാരിക്കുന്നത്. 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികൾ അല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ അല്ല. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. പൗലോസിൻ്റെ ഇവിടുത്തെ വാദം തികച്ചും യുക്തിപരമാണ്. അവൻ പറയുന്നു, ഒരു വിഗ്രഹം ഏതുമില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒരു വിഗ്രഹത്തിന് മാംസം വഴിപാടായി അർപ്പിച്ചാൽ അത് ഏതുമില്ല. ആ മാംസം ഒരു വിധത്തിലും ബാധിക്കപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ യാഗമരണം രക്തം ചൊരിഞ്ഞുള്ളതും സകല ആത്മിക അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനവുമാണ്. ക്രിസ്തുവിൻ്റെ രക്തച്ചൊരിച്ചിൽ മൂലം സാധിച്ച എല്ലാ കാര്യങ്ങളോടും വിശ്വാസികൾക്ക് കൂട്ടായ്മയുണ്ട്. ക്രിസ്തുവിൻ്റെ മരണം മൂലം ആത്മീക ജീവൻ ലഭിക്കാത്ത ഒരുവനും കർത്തൃമേശയിൽ പങ്കില്ല എന്നും ഓർത്തിരിക്കേണ്ടതാണ്. ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ എന്ന് ചോദിച്ചിരിക്കുന്നത് മരണത്തിൽ ക്രിസ്തു തൻ്റെ ശരീരം അർപ്പിച്ചതിൻ്റെ ഫലങ്ങളിലുള്ള കൂട്ടായ്മ. ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനുള്ള മുഖാന്തരമായിരുന്നു തൻ്റെ ശരീരം. 20-ാം വാക്യം നോക്കിക്കാട്ടെ. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. പൗലോസ് ഇപ്പോഴും ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അത്രേ സംസാരിക്കുന്നത്. വിഗ്രഹം ഏതുമില്ല എങ്കിലും അതിൻ്റെ പിൻപിലുള്ളത് പൈശാചിക ശക്തിയാണ്. പൗലോസ് ഇത് മനസ്സിലാക്കിയിരുന്നു. ഭൂതങ്ങൾ സാത്താൻ്റെ അധീനതയിലുള്ളവരാണ്. ഈ മായയെ ആരാധിക്കുന്നതിനോട് ബന്ധപ്പെട്ട വെളിച്ചപ്പാട് തുള്ളലും അതുപോലെയുള്ള മറ്റു തുള്ളലുകളും ഭൂതങ്ങളുടെ വേലയാണ്. ഈ യുഗാന്ത്യത്തിൽ ഭൂതങ്ങളുടെ ഉപദേശങ്ങളും പൈശാചിക ശക്തികളും വർദ്ധിച്ചു വരുന്നതായ ഒരു സാഹചര്യം നാം കാണുന്നുണ്ടല്ലേ. വിഗ്രഹ ഭോജനങ്ങളിൽ പങ്കെടുക്കുന്നവർ അവരറിയാതെ ഭൂതങ്ങളുമായി ബന്ധപ്പെടുകയാണ്. ഇന്ന് വളരെ പ്രചാരത്തിലുള്ള സ്പിരിറ്റിസം മുതലായവയിൽ വ്യാപരിക്കുന്ന ശക്തി പൈശാചികമാണ്. പ്രേതാത്മാക്കളുമായി സംസാരിക്കുക മുതലായ എല്ലാ കാര്യങ്ങളും ഭൂതങ്ങളുടെ വ്യാപാരത്തോട് ബന്ധപ്പെട്ടതാണ്. 21-ാം വാക്യം.
നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അതായത് ചില ആളുകൾക്ക് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായ മാംസം ഭക്ഷിക്കുക എന്നാൽ വിഗ്രഹാരാധനയാണ്. ഒരു വിശ്വാസി വളരെ സൂക്ഷ്മത്തോടെ തൻ്റെ ഹൃദയം പരിശോധിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ പാനപാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവത്താഴത്തിലെ പാനപാത്രം കർത്താവിൻ്റെ മരണത്താൽ ജീവൻ ലഭിച്ചതിൻ്റെ ഓർമ്മ നമുക്ക് തരുന്നു. വിഗ്രഹബലിയോട് ബന്ധിച്ചുള്ളതാണ് ഭൂതങ്ങളുടെ പാനപാത്രം. അത് ആത്മീക മരണത്തിൻ്റെ അടയാളമാണ്. 22-ാം വാക്യത്തിൽ അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അല്ല, നാം കർത്താവിന് ക്രോധം ജലിപ്പിക്കുന്നു, അവനേക്കാൾ നാം ബലവാന്മാർ അല്ല എന്നുള്ളതാണ് മറുപടി. അല്ലേ? നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവഹിതം എന്തോ അത് പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവഹിതം എന്തോ അത് ചെയ്യുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവഹിതം ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ഇന്നത്തെ ഈ പഠനം നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സമയമെടുത്ത് ഇതിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.